പാശ്ചാത്യ ലോകത്തെ പ്രത്യേകിച്ചും അമേരിക്കയിലെ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ ഇസ്രായേൽ ലോബി ചെലവഴിക്കുന്ന പണവും അധ്വാനവും കണക്കറ്റതാണ്. അമേരിക്ക നടത്തുന്ന അധിനിവേശങ്ങളെയും ഇസ്രായേലിന്റെ അതിക്രമങ്ങളെയും വെള്ളപൂശാൻ പാശ്ചാത്യ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം മത്സരിക്കുന്നത് അക്കാരണത്താലാണ്. എന്നാൽ പതിറ്റാണ്ടുകൾ നീണ്ട ആ ബൗദ്ധിക അടിമത്തത്തിൽ നിന്ന് പാശ്ചാത്യ ജനത മോചനം നേടുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇസ്രായേലിന്റെ അഭിമാന പ്രശ്നമായ ഒരു തെരഞ്ഞെടുപ്പിൽ സൈനിസം ചെല്ലും ചെലവും കൊടുത്ത് രംഗത്തിറക്കിയ ഒരു വെറ്ററൻ സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ച് ചരിത്രം സൃഷ്ടിക്കുകയാണ് സൊഹ്റാൻ മംദാനി എന്ന ഇന്ത്യൻ വംശജനായ ചെറുപ്പക്കാരൻ. ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നടന്ന പ്രൈമറി തെരഞ്ഞെടുപ്പിലാണ് ആൻഡ്രൂ കോമോ എന്ന പരിചയസമ്പന്നനായ മുൻ ഗവർണറെ മംദാനി അട്ടിമറിച്ചത്. വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ചരിത്രപരമായി ഡെമോക്രാറ്റുകൾക്ക് മുൻതൂക്കമുള്ള ന്യൂയോർക്ക് സിറ്റിയിൽ ഇതാദ്യമായി ഒരു മുസ്ലിം മേയർ തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ് മംദാനിയുടെ വിജയത്തോടെ തുറക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ ഞെട്ടിക്കുന്ന തോൽവി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 93% വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ 43.5% വോട്ടുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മംദാനി ഡെമോക്രാറ്റുകൾക്ക് മേൽക്കൈയുള്ള ന്യൂയോർക്കിൽ മേയർ സ്ഥാനത്തേക്ക് ഉന്നയിക്കപ്പെടുന്ന അതിശക്തമായ പേരായി മാറിയിരിക്കുകയാണ്. വെറും ഒരു പ്രൈമറി എന്നതിനപ്പുറം ന്യൂയോർക്ക് സിറ്റിക്കും സൊഹ്റാൻ മംദാനിയുടെ തെരഞ്ഞെടുപ്പിനും ശ്രദ്ധേയമായ ചില പ്രത്യേകതകളുണ്ട്. അമേരിക്കയിൽ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. ജനസംഖ്യയിലെ 10%-ലേറെയും ജൂതന്മാരുള്ള ന്യൂയോർക്ക് ഇസ്രായേലിലെ ജെറുസലേം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതമതസ്ഥർ താമസിക്കുന്ന നഗരമാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിലായാലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലായാലും തങ്ങളുടെ അജണ്ട നടപ്പാക്കുന്നവരെ പിന്തുണച്ച് വിജയിപ്പിക്കുക എന്ന സയൻസ് നയമാണ് ന്യൂയോർക്ക് സിറ്റിയിലെ രാഷ്ട്രീയവും പതിറ്റാണ്ടുകളായി പിന്തുടർന്നു പോരുന്നത്. 2011 മുതൽ 2021 വരെ ന്യൂയോർക്ക് ഗവർണർ പദവിയിലിരുന്ന ആൻഡ്രൂ കോമോ ഡെമോക്രാറ്റുകളിലെ ഇസ്രായേൽ പക്ഷപാതികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷുവർ ബെറ്റ് സ്ഥാനാർത്ഥിയായിരുന്നു. 2020 മാത്രം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച സൊഹ്റാൻ മംദാനിയാകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റനേകം എതിർ സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രവും. വ്യവസായ ലോബിയുടെ ശക്തമായ ഫണ്ടിങ്ങും മുഖ്യധാര ടെലിവിഷൻ ചാനലുകളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്ന ക്യോമോ അനായാസം ജയിച്ചു കയറുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. മാത്രവുമല്ല, ഇസ്രായേലിന്റെ ഗസ അധിനിവേശത്തെ പരസ്യമായി എതിർത്ത സൊഹ്റാൻ മംദാനി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ജൂതമതസ്ഥർക്ക് അനഭിമതനുമായിരുന്നു. എന്നാൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയുള്ള പ്രവർത്തനം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് മംദാനി ന്യൂയോർക്കിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ തന്റെ ഇടം അടയാളപ്പെടുത്തുന്നത്. ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് കാഴ്ച കാണുന്നവരല്ല, അടിത്തട്ടിലിറങ്ങി പ്രവർത്തിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ എന്നായിരുന്നു മംദാനിയുടെ നയം. ന്യൂയോർക്കിലെ തെരുവുകളിലൂടെ നടക്കുകയും സാധാരണക്കാരുമായി സംസാരിക്കുകയും എതിരാളികളോട് സൗമ്യമായി സംവദിക്കുകയും ചെയ്ത മംദാനി പുതിയൊരു രാഷ്ട്രീയ പ്രചരണ മാതൃകയ്ക്ക് തന്നെ തറക്കല്ലിട്ടു. എല്ലാവർക്കും എപ്പോഴും കാണാവുന്ന സ്ഥാനാർത്ഥി എന്ന പേരിൽ അദ്ദേഹം പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കിടയിൽ പ്രിയങ്കരനായി മാറുകയും ചെയ്തു. മാധ്യമങ്ങളും കോമോ ക്യാമ്പും ആന്റി സെമിറ്റിക് എന്ന് മുദ്ര കുത്തുമ്പോഴും ഗസയ്ക്കൊപ്പമുള്ള തന്റെ നിലപാടിൽ നിന്ന് പിറകോട്ട് പോയില്ല എന്നതാണ് മംദാനി ചെയ്ത ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജൂതവിരോധം കൊണ്ടല്ല താൻ ഇസ്രായേലിനെ എതിർക്കുന്നതെന്നും സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ ചെയ്തികൾ മനുഷ്യത്വ വിരുദ്ധമാണെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. ഇസ്രായേലിനെ എതിർക്കുമ്പോൾ തന്നെ ജൂത കമ്മ്യൂണിറ്റികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ധൈര്യം കാണിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സോഷ്യലിസ്റ്റ് ആശയധാരക്കാരായ ബെർണി സാൻഡേഴ്സും അലക്സാൻഡ്രിയ ഒക്കാസിയോ-കോർട്ടസും തുടക്കം മുതൽ തന്നെ മംദാനിക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനൊപ്പം മത്സരരംഗത്തുണ്ടായിരുന്ന ജൂത പുരോഗമന സ്ഥാനാർത്ഥി ബ്രാഡ് ലാൻഡർ മംദാനിക്ക് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. തന്നെ പിന്തുണയ്ക്കുന്നവരോട് രണ്ടാം വോട്ട് മംദാനിക്ക് നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. US മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരുടെയും വൻകിട വ്യവസായികളുടെയും പിന്തുണ ആൻഡ്രൂ കോമോയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും പുരോഗമന ചിന്താഗതിക്കാരിലും പുതുതലമുറയിലും സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞതാണ് മംദാനിക്ക് നേട്ടമായത്. ഇസ്രായേലിന്റെ ഗസ അധിനിവേശവും ഇറാൻ യുദ്ധവും സയനിസ്റ്റ് പിന്തുണയുള്ള ആൻഡ്രൂ കോമോയ്ക്കെതിരായ വോട്ടർമാരുടെ വികാരത്തിനും കാരണമായി. മംദാനിയുടെ വിജയം മറ്റിടങ്ങളിലും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പുരോഗമനവാദികൾക്ക് ശക്തി പകരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. എല്ലായിടത്തും പോവുകയും എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണ രീതി സമൂഹ മാധ്യമങ്ങൾക്കും പ്രിയങ്കരമായി. സയനിസത്തിന്റെ പണത്തിനും സ്വാധീനത്തിനും എല്ലാ കാലവും ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്നും ജനങ്ങളോട് ആത്മാർത്ഥമായ ബന്ധമുള്ള രാഷ്ട്രീയക്കാർക്ക് അട്ടിമറികൾ സാധ്യമാകുമെന്നുമാണ് ന്യൂയോർക്ക് സിറ്റി ഡെമോക്രാറ്റിക് പ്രൈമറിയിലെ ഈ സംഭവങ്ങൾ കാണിച്ചു തരുന്നത്.